വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് കുറച്ചധികം ഗിഫ്റ്റുകളും ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ കാർഡ് മേക്കിംഗ് ആണ്. വളരെ സിമ്പിളാണ് എന്നാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാർഡാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് വൈറ്റ് പേപ്പർ എടുക്കാം. അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് പിങ്ക് കളറും. ലൈറ്റ് പിങ്ക് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല അട്രാക്ഷൻ ആണ്, ഒരു ക്യൂട്ടി ലുക്കാണ് കേട്ടോ. നമ്മുടെ പിങ്ക് കളർ പേപ്പറിൽ നിന്ന് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ഒന്നുകൂടെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ ഒട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് ഹണി ബീസിനെ സ്റ്റിക്ക് ചെയ്യണം. അത് വെറുതെ സ്റ്റിക്ക് ചെയ്യല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നൊരു സിസ്റ്റമാണ് കേട്ടോ. അതിനാണ് ഞാൻ മുന്നേ കാണിച്ചിരുന്നില്ലേ ഒരു പേപ്പർ മടക്കിയത്, അതുപോലെ ചെയ്തിട്ട് അത് ആ റൗണ്ടിനുള്ളിൽ വെച്ചിട്ടാട്ടോ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി കുറച്ച് പെയിൻറ് ചെയ്യലാണ് പരിപാടികൾ, അതിനൊന്ന് അട്രാക്റ്റീവ് ആക്കണം, അത്രേ ഉള്ളൂ ഉദ്ദേശം. ഇനി നമ്മുടെ കാർഡ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലും ഇതുപോലൊരു പിങ്ക് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ പെയിൻറ് ചെയ്ത പോലെ തന്നെ പെയിൻറ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനാണോ അച്ഛനാണോ അമ്മയ്ക്കാണോ ആർക്കാണ് കൊടുക്കേണ്ടി വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള കോഡ്സൊക്കെ ഇതുപോലെ കൊടുത്താൽ നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഒരു ലെറ്ററാണ്. ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ലെറ്ററല്ല, ഒരു ക്യൂട്ട് ലെറ്ററാണ്. അതിന് നമ്മൾ ഇതുപോലെ ഒരു ബ്ലാക്ക് പേപ്പറാണ് എടുക്കേണ്ടത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, ലെങ്ത് എന്ന് പറയുന്നത് 25, അതായത് 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ മടക്കിയിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ മടക്കണം. അപ്പോൾ അങ്ങനെ ടോട്ടൽ ലെങ്ത് അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അതിൽ വെക്കാനുള്ള എൻവലപ്പുകളാണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെടുത്ത ബ്ലാക്ക് പേപ്പറിൻ്റെ സൈസ് 5 അല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു 2 മില്ലിമീറ്റർ ഒക്കെ കുറച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം ആ ബ്ലാക്ക് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യണം. ഇനി നമ്മൾ ആ എൻവലപ്പ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തായിട്ട് കുറച്ച് ഹാർട്ടുകളും വരച്ചു വെച്ചു. ഫൈനലി നിങ്ങൾക്ക് എഴുതാനുള്ള ലെറ്റർ പോലെ ഇങ്ങനെ കുറച്ച് എഴുതി ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി ലാസ്റ്റ് ലെറ്ററിൽ എഴുതിയിട്ട് എല്ലാ ഓർഡറിൽ മടക്കിയിട്ട് അതിൽ വയ്ക്കുക. അങ്ങനെ നമ്മുടെ ലെറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അത് ആ ഓർഡറിൽ നമ്മൾ മടക്കി ഒന്ന് സെക്യൂർ ചെയ്തിട്ട് ഫൈനലി ഞാൻ അതിലൊരു കുഞ്ഞി ഹാർട്ടും കൂടി വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തത്. നമ്മുടെ ഗിഫ്റ്റ് ബോക്സിലെ മൂന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബൊക്കെയാണ് കേട്ടോ. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. ഒന്ന് തിരിക്കുക, ഒന്ന് മടക്കുക, ഒന്ന് തിരിക്കുക, ഒന്ന് മടക്കുക, ആ ഒരു പ്രോസസ്സാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ആണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഞാൻ കുറച്ച് അധികം കളറുകളാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അങ്ങനെ മടക്കുന്ന ഓരോ ഇടയിലും കുറച്ച് നമുക്ക് ഒന്ന് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പോരും കേട്ടോ. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പെന്നിൻ്റെ ഒക്കെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്യണം. ഇനി കുറച്ച് നല്ല പേപ്പർ ഒക്കെ എടുത്തിട്ട് അതും ഇതിന് പുറത്തു കൂടെ വെച്ചിട്ട് പിന്നെ ഒരു ബോ കൂടിയും കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് ഐഡിയ ശരിയായി. ഇനി അതിൽ വെക്കാനുള്ളൊരു ടാഗും കൂടിയും ചുമ്മാ അതിങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കെട്ടി വെച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ ബൊക്കയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫോർത്ത് ഐറ്റം നമുക്കൊരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതുപോലത്തെ ഒരു ബാൻഡ് എടുക്കണം. നെക്സ്റ്റ് അതിനെ നമ്മൾ ഈ വിരലിൽ വെച്ചിട്ട് ഞാൻ തന്നെ വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത്. ഞാൻ ഈ മെത്തേഡല്ല ചെയ്യാറ് കേട്ടോ. എനിക്ക് പൊതുവേ കൈ കൊണ്ട് ഇങ്ങനെ കിട്ടുന്നതാണ് അറിയുന്ന മെത്തേഡ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ കാണാനൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടപ്പോൾ അതുപോലെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോ സെറ്റാക്കണം. ഇനി നമ്മളതൊരു സ്ലൈഡിൽ സ്റ്റിക്ക് ചെയ്യണം. നിങ്ങൾക്ക് സ്ലൈഡല്ല കുറച്ചുകൂടി വലിയ ക്ലിപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അതിനാണെങ്കിൽ രസമായിരിക്കും. എൻ്റെ കയ്യിൽ ഈ സ്ലൈഡേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ അതിൽ ബീഡ്സ് കൊണ്ട് സെറ്റാക്കി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ ക്ലിപ്പ് വെക്കാനൊരു കവറാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 പേപ്പർ നീളത്തിലെടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡുകൾ മാത്രം ഒന്ന് ഒട്ടിക്കുക, എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ക് വരയ്ക്കുക. പക്ഷെ നല്ല ക്യൂട്ടായിരിക്കണം. അങ്ങനെ ഞാനൊരു ബിയറിനെ വരച്ചു. ഹാർട്ട് പിടിച്ചിരിക്കുന്ന ബിയറാണ്. അതിനൊന്ന് കളർ ചെയ്തെടുത്തു. അതിൻ്റെ സൈഡുകൾ ഇതുപോലെ ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുത്തു. അങ്ങനത്തെ കത്രികയൊക്കെ ഉണ്ടാവും വെട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ നമ്മുടെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ കത്രിക വെച്ചിട്ട് ഇങ്ങനെ വളച്ചങ്ങ് വെട്ടി കൊടുത്തു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഓപ്പൺ ചെയ്യണ ഭാഗത്ത് ഒരു ഹോൾ ഇടണം, നമ്മുടെ ക്ലിപ്പുകളെല്ലാം അതിനുള്ളിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലൊരു റിബൺ അതിൽ ഇതുപോലെ ബോ ആക്കിയിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അതും കഴിഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട്, ഇതിൽ ഏറ്റവും ഇഷ്ടമായത് എനിക്കിതാട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഫൈനലി ഇതെല്ലാം വെക്കാൻ നമുക്ക് ബോക്സ് വേണമല്ലോ. ആ ബോക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു കാസറോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതിനെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിനെ എല്ലാം ഒരു പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തെടുത്തു. ഞാൻ ഉദ്ദേശിച്ചത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്യണം എന്നായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ നിന്ന് അത് കഴിഞ്ഞു പോയി. അതിനുള്ളിൽ വെക്കാനുള്ള ഒരു കുഞ്ഞു പോർഷൻ വൈറ്റ് പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതോടെ വെച്ച് ഇതുപോലെ നമ്മളൊരു തോരണം തൂക്കി. ഇനി അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി എഴുതിയിട്ട് നമ്മുടെ ബോക്സിൽ സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അതെന്ന് പറയുന്നത് ബോക്സിൻ്റെ അടപ്പായിരുന്നു നമ്മൾ ഇപ്പം ഉണ്ടാക്കിയത്.
ഇനി അതിൽ കുറച്ച് ഹാർട്ടും കൂടി വരച്ച് അട്രാക്റ്റീവ് ആക്കണം. ഇത് വൈറ്റ് പേപ്പർ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഫൈനലി ഇതുപോലൊരു ക്യൂട്ട് പിക്ചറും കൂടി വരച്ചു, അതൊട്ടിച്ചു. ഇനി അതിന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് അടച്ചു, ഒരു ബോ കൂടി വെച്ചിട്ട് സെറ്റാക്കി. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇനി നമ്മുടെ ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് നമ്മൾ അതിൽ വെച്ചു. ഇതിൽ വെച്ച കീ ചെയിൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആട്ടോ, ഷോർട്സ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാവുന്നതേ ഉള്ളൂ. ഫൈനലി നമ്മുടെ ബോക്സ് ക്ലോസ് ആയിട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.